എസ് ജോയിയെ കിട്ടില്ല. അതിനുവേണ്ടി ജോയി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1000 തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നിഷേധിച്ചാലും കോൺഗ്രസിനെതിരെ ഒരക്ഷരം മിണ്ടില്ല എന്നാണ്. ജോയിക്ക് അതൃപ്തിയുണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്. സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചയാളുമാണ്. പക്ഷേ ജോയിയെ പോലെയുള്ള ഒരാൾ കോൺഗ്രസിനെതിരെ ശബ്ദിക്കുമെന്ന് കരുതാനാവില്ല. ശ്രീ ഡോക്ടർ ബി ജയരാജ്, CPM-ന്റെയും LDF-ന്റെയും ആ ഒരു പ്രതീക്ഷ കൂടി ഇവിടെ തകർന്നിരിക്കുകയല്ലേ? ഇത്രയും മികച്ച രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് കോൺഗ്രസിൽ പതിവുള്ള കാര്യമല്ല. പക്ഷേ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഭംഗിയായിട്ട് അത് നിർവഹിച്ചിട്ടുണ്ട്, പാലക്കാട് ഉൾപ്പെടെ. ഇവിടെയും അത് പ്രതിഫലിക്കുകയാണ് ഇപ്പോൾ. എന്നോടാണോ ചോദ്യം? അതെ അതെ, ഡോക്ടർ ബി ജയരാജ്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് 12 മണിക്കൂറല്ല, ഒരു 8-9 മണിക്കൂറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു പൊറാട്ട നാടകം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവറും ഇതൊരു ഡ്രാമ ആണ്. മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അൻവർ ഇത് തന്നെ ചേലക്കരയിൽ ചെയ്തതാണ്. ലാസ്റ്റ് മിനിറ്റ് അൻവർ UDF-ന് പിന്തുണ കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു. അൻവറിന് നേരത്തെ വസന്തംഗംപിള്ളി സൂചിപ്പിച്ചതുപോലെ അൻവറിന് പ്രത്യേകിച്ച് ഒരു നിലപാട് തറയൊന്നുമില്ല. അടിക്കടി ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ തവണയും ഓരോരുത്തരെ ശത്രുവശത്ത് നിർത്തുകയും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് പലതും ഫ്ലിംസി ആയിട്ടുള്ള ഒരു ഇതില്ലാത്ത ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഇല്ലാത്ത ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടിരിക്കുക എപ്പോഴും ഒരു സെന്റർ ഓഫ് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ അൻവറിനെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അൻവറിന്റെ പ്രസംഗങ്ങളും അൻവറിന്റെ പല പ്രസ്താവനകളും അങ്ങനെയാണ്. ഇപ്പം ഈ മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മാൻ അനിമൽ കോൺഫ്ലിക്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ അത് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു നയം നമുക്ക്. പക്ഷെ അവിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വലിയ വികാരമുണ്ട് ഡോക്ടർ ബി ജയരാജ്. അത് വനം മന്ത്രിക്കെതിരെയും ഉണ്ട്. വനം മന്ത്രിയുടെ ചില പ്രസ്താവനകളൊക്കെ ഇതിൽ പ്രശ്നമാണ്. അവിടുത്തെ വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ആളുകൾക്ക് ആ പ്രശ്നമുണ്ട്. അവരുടെ ഒരു ജീവിത പ്രശ്നം തന്നെയാണിത്. അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം കൂടിയാണ്. അത് പ്രതിഫലിക്കുമെന്ന് CPM-നും LDF-നും ഒക്കെ അറിയാം, ഇല്ല എന്ന് പറയുമ്പോഴും. അത് മുതലെടുക്കുവാനായിട്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസും UDF-ഉം ശ്രമിക്കും. അത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം അൻവറിന് കിട്ടുന്ന കുറച്ച് വോട്ടുകളുണ്ടല്ലോ, അതും കൂടെ ഈ ആര്യൻ ഷൗക്കത്തിനോട് പ്രത്യക്ഷത്തിൽ ഒരു ഇത് നിലനിർത്തുകയും അതിനോടൊപ്പം തന്നെ ഇതിന്റെ അടിയൊഴുക്കായിട്ട് ഒരു കോലീബി സഖ്യം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നെല്ലാം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ ആണ്. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ ആണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം രണ്ടാമത്തത് ഞാൻ പറഞ്ഞുതരാം. ജമാഅത്തെ ഇസ്ലാമി മതൗദികളുടെ കൈപിടിച്ചുകൊണ്ട് ലീഗ് തുടങ്ങിയ ആളുകൾ ഇത് നേരത്തെ കേരളത്തിൽ പരാജയപ്പെട്ടതാണ്. പല സ്ഥലങ്ങളിൽ വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗിനെ പാലക്കാട് കണ്ടില്ലേ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ഏറ്റവും ആദ്യം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയും സഹായിച്ചു. പക്ഷേ ഈ BJP-യുടെ കാര്യം പറയുമ്പോൾ BJP CPM-ന് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ കേട്ടോ. അതല്ലാതെ വരാൻ സാധ്യതയില്ല. പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തുവാനാണ് സാധ്യത കൂടുതൽ. അല്ലല്ല, ഇത് തമ്മിൽ അന്തർധാരയുണ്ട്. യാതൊരു സംശയം വേണ്ട, ഇത് തമ്മിൽ അന്തർധാരയുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ അതുകൊണ്ടാണ് അവരുടെ കോർ കമ്മിറ്റി യോഗത്തിൽ മറ്റുള്ള ആളുകൾ എതിർത്തിട്ട് പോലും BJP-യുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നില്ല എന്ന്. അയാളൊരു ബിസിനസ്സുകാരനാണ്. അയാൾ അങ്ങനെയുള്ള കണക്കൂട്ടലോട് പെരുമാറുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഗ്രേറ്റർ കോമൺ ഗുഡ്സിന് വേണ്ടിയിട്ടാണ് BJP-ക്ക് വേണ്ടി അയാൾ നിലനിൽക്കുന്നത്. ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള നീക്കങ്ങളെ രാജീവ് എന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അൻവറിൽ നിന്ന്? അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിന് വേണ്ടിയുള്ള കളമൊരുക്കും അൻവർ, അങ്ങനെ എന്തെങ്കിലും ഈ അവസാനം അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവനകളിൽ നിന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. PV അൻവർ കോൺഗ്രസ് നേതാക്കൾ